ഹായ് ഓൾ, നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പച്ചമഞ്ഞൾ കൊണ്ടുള്ള ഒരു അച്ചാറാണ്. ഇനി ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 100 ഗ്രാം പച്ചമഞ്ഞൾ വളരെ നേർത്തതായി നീളത്തിൽ അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, 2 തുടം വെളുത്തുള്ളി, 4 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത്, 100 ഗ്രാം ഇഞ്ചി നേർത്തതായി നീളത്തിൽ അരിഞ്ഞത്, ഉപ്പ് ആവശ്യത്തിന്, 2½ ടേബിൾ സ്പൂൺ നല്ലെണ്ണ, 1 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ഉലുവ, രണ്ടും ചെറുതായി ചതച്ചു വെച്ചിട്ടുണ്ട്, 2 ചെറിയ നാരങ്ങയുടെ നീര്. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ ചതച്ചു വെച്ച കടുകും ഉലുവയും ഇട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് ചെറുതായി മൂത്തു വരട്ടെ. ഉലുവയും കടുകുമൊക്കെ മൂത്തു വന്നിട്ടുണ്ട്. ഇനി എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കറിവേപ്പിലയും മഞ്ഞളും ഇഞ്ചിയും പച്ചമുളകും എല്ലാം ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. പച്ചമഞ്ഞളിന്റെ ഗുണത്തെപ്പറ്റി എല്ലാവർക്കും അറിയാവുന്നതാണ്. കൊളസ്ട്രോളും ഡയബറ്റീസും ഒക്കെ കുറയ്ക്കാനും അതുപോലെ തന്നെ ക്യാൻസറിനെയൊക്കെ പ്രതിരോധിക്കാനും നമ്മുടെ മൊത്തത്തിലുള്ള പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഒക്കെ മഞ്ഞൾ വളരെ നല്ലതാണ്. ഇത് ചെറുതായി ഒന്ന് വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. BP പേഷ്യൻസിനൊക്കെ തയ്യാറാക്കുന്ന അച്ചാറിൽ ഇന്ദുപ്പ് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഒരൽപ്പം കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. പച്ചമുളകിന് പകരം കാന്താരി ഉണ്ടെങ്കിൽ അത് ചേർക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന നാരങ്ങ നീരും കൂടെ ചേർത്ത് നന്നായി ഇളക്കി തീ ഓഫാക്കി കൊടുക്കാം. അച്ചാറ് ചൂടാറി കഴിയുമ്പോൾ കുപ്പിഭരണികളിൽ സൂക്ഷിക്കാവുന്നതാണ്. 2 ദിവസം വരെ നമുക്ക് വെളിയിൽ സൂക്ഷിക്കാം. അതിനുശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതായിരിക്കും നല്ലത്. 2 ദിവസം നമ്മുടെ അച്ചാറ് ഭരണി ഇടയ്ക്കിടയ്ക്കൊന്ന് കുലുക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും. നമ്മുടെ പച്ചമഞ്ഞൾ അച്ചാർ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു അച്ചാറാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിനുശേഷം കമന്റ് ഇടാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. പുതിയൊരു റെസിപ്പിയുമായി ഉടനെ കാണാം. ബൈ.